വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ഓരോ വ്യക്തിയെപ്പറ്റിയും ദൈവത്തിന് പ്രത്യേക പ്ലാനുകളും പദ്ധതികളുമുണ്ട്. അതിനനുസാരമായി ഓരോ വ്യക്തിയും വളരേണ്ടിയിരിക്കുന്നു. അത് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ജീവിതനാളുകളിൽ, നമ്മുടെ യാത്രാവേളകളിൽ ഓരോ വ്യക്തി എന്ന നിലയിലും ദൈവഹിതപ്രകാരം വളരുക, അതിനനുസാരമായി ഉയരുക എന്നത് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചിന്താഗതികളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14:23 യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവും അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്നു അവനോടുകൂടെ വാസം ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഓരോ വ്യക്തിയും ദൈവികമാകുന്ന കൽപ്പനകളെ അനുസരിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കണം എന്ന് ദൈവവചനം പറയുന്നു. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഓരോ വ്യക്തിയും വളരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. വ്യക്തി എന്ന നിലയിൽ ദൈവം അനുശാസിക്കുന്ന നിബന്ധനകൾ പുലർത്തുകയും അതിനനുസാരമായി വളരുകയും ചെയ്യുവാൻ നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. പിതാവിൻ്റെ ഹിതം ചെയ്യുകയും പിതാവിൻ്റെ ആലോചനകൾക്ക് അനുസാരമായി ജീവിക്കുകയും ചെയ്യണമെന്ന് മത്തായിയുടെ സുവിശേഷം 7:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ വായിപ്പാനിടയായിത്തീരുന്നു. പിന്നെയും നാം ഇവിടെ വായിച്ച കുറിവാക്യത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 14:23 വായിക്കുമ്പോൾ, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. പിന്നെയും 24 ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനങ്ങൾ പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവത്രേ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നാം ഗ്രഹിക്കുക, ദൈവവചനം അനുസരിക്കാതെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നവരായി മറുതലിച്ച് ജീവിതയാത്രയിൽ ആരെങ്കിലും മുൻപോട്ട് പോകുന്നെങ്കിൽ 24 പറയും പ്രകാരം, എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനത്തെ പ്രമാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ കഴിയുമെങ്കിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവവചനത്തെ പ്രമാണിച്ചും അതിൻ്റെ ആലോചനകൾ അനുസരിച്ചും നാം മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു. പിന്നെയും രണ്ടാമതായി ഞാനിവിടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, വ്യക്തി എന്ന നിലയിൽ ദൈവവചനം നാം അനുസരിക്കേണ്ടിയിരിക്കുന്നു. ആകയാൽ എല്ലാ അഴുക്കും, എല്ലാ ദുഷ്ടതയും അതിൻ്റെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. ദൈവവചനം കൈക്കൊള്ളാത്തവർ ദൈവത്തെ അനുസരിക്കുന്നില്ല എന്ന് യാക്കോബിൻ്റെ ലേഖനം 1 അതിൻ്റെ 21 കാണുവാനിടയായിരുന്നു. അപ്പോൾ ഉൾനട്ട വചനം അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വാചകമാണ്. എന്താണ് ഉൾനട്ട വചനം എന്ന് പറഞ്ഞാൽ? ഉള്ളിൽ ക്രിയ ചെയ്യപ്പെട്ടിരിക്കുന്ന വചനം, അല്ലെങ്കിൽ ഉള്ളിൽ വീണിരിക്കുന്ന വിത്ത്. അത് 100 മേനി ഫലം കായ്ക്കത്തക്കവണ്ണം ഒരു ദൈവഭക്തൻ ദൈവവചനത്തെ അനുസരിക്കേണ്ടിയിരിക്കുന്നു. നാം ദൈവവചനത്തെ എത്ര ആഴമായി അനുസരിക്കുകയും എത്ര ആഴമായി വിശ്വസിക്കുകയും ചെയ്യുമോ, അതിനനുസാരമായി ദൈവവചനം വളർന്ന് ശക്തിയുള്ളതും വിലയേറിയതുമായി മാറുവാനിടയായിത്തീരുന്നു. മാത്രമല്ല, പിന്നെയും ഞാനിവിടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, അന്യോന്യം വിശ്വസിക്കുക. 1 തെസ്സലോനിക്യ ലേഖനം 5 അതിൻ്റെ 11 വായിക്കുമ്പോൾ, തമ്മിൽ പ്രബോധിപ്പിക്കുക, ആത്മീക വർധനവ് വരുത്തുക. നമ്മുടെ ആത്മീക വർധനവിന് കോട്ടം വരുത്തുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയുണ്ട്. എന്നാൽ അന്യോന്യം ആത്മീക വർധനവ് വരുത്തി ദൈവസന്നിധിയിൽ ശക്തിയോടെ നാം ജീവിക്കുക. ഇനിയും ആത്മീക വളർച്ചയ്ക്കായിട്ട് നാം എന്താണ് ചെയ്യേണ്ടത്? 1, ലീൻ നോട്ട് യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. സ്വന്തം വിവേകത്തിലൂന്നാതെ ദൈവവചനത്തിൽ ആശ്രയിക്കുക. സദൃശ്യവാക്യം 3 അതിൻ്റെ 5-6 വാക്യങ്ങളിൽ കാണുവാനിടയായിത്തീരുന്നു. അതുപോലെ രണ്ടാമതായി, കൃപാസനത്തെ ലക്ഷ്യമാക്കി ഓടുക. കൃപാസനം അല്ലെങ്കിൽ കൃപയുടെ ഇരിപ്പിടമാകണം നമ്മുടെ ദർശനമുള്ളത്. പലപ്പോഴും ലോകത്തിലുള്ള പച്ചയുള്ളതും പുഷ്ടിയുള്ളതും മനോഹരവുമായ പലതിനെയും ലോത്ത് നോക്കിയതുപോലെ ഞാനും നിങ്ങളും നോക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ, കൃപാസനത്തിലിരിക്കുന്ന കർത്താവിൻ്റെ ദർശനമാകേണ്ടിയിരിക്കുന്നു.
പിന്നെയും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് ജീവിക്കുക. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് ദൈവം എഴുതിയിരിക്കുന്നു. 4-മതായി വിശ്വാസത്തിനായി നാം പ്രാർത്ഥിക്കുക. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അതേ, നമ്മുടെ ജീവിത നാളുകളിൽ നാം ദൈവിക ഭക്തിയിൽ വിശ്വാസത്തിൽ വളരണമെങ്കിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ പ്രാർത്ഥനയിലും സ്തോത്രത്തിലും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരായി തീരുന്നുവെങ്കിൽ സർവശക്തനാകുന്ന ദൈവത്താൽ അനുഗ്രഹവും വളർച്ചയും പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും. ആയതിനാൽ ദൈവം നമുക്ക് ഭൂമിയിൽ ശേഷിപ്പിക്കുന്ന ഓരോ നാളുകളും വിശ്വസ്തയോടെ നമ്മുടേതാകുന്ന സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവിക കൃപാസനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ഓട്ടം മുൻപോട്ട് ഓടുവാൻ, അത് തികയ്ക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന സർവരുമേ, നമ്മുടെ ജീവിതത്തിൽ ഉൾനട്ടതാകുന്ന വചനം അത് പുഷ്ടിയോടെ വളരുവാൻ 30, 60, 100 മേനി ഫലം കായ്പാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ വചനവും വചനത്തിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ ബലവും അതുപോലെ തന്നെ പ്രാർത്ഥനയും അതിൻ്റെ ശക്തിയും ഈ നാളുകളിൽ വളർന്ന് അത് മുന്നേറേണ്ടിയിരിക്കുന്നു. അതിനായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ എവരെയും സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൽ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉൾനട്ടതാകുന്ന ദൈവവചനത്തിനനുസാരമായി വളരുവാൻ ആവശ്യമായ സ്വർഗീയ കൃപ ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിന്മേൽ പകരണം. എല്ലാ വിഷയങ്ങളെയും ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കട്ടെ. കൃപയിൽ പുതിയപ്പെട്ടവരായി ദൈവിക നന്മ പ്രാപിച്ചവരായി മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ശക്തീകരിച്ച് അനുഗ്രഹിക്കണം. തടസ്സമായി പോരടിക്കുന്ന എല്ലാ അന്യായ അവകാശവാദങ്ങളെയും വചനത്തിൻ്റെ ശക്തിക്ക് വിപരീതമായി ജീവിതങ്ങളോട് പോരടിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും യേശുവിൻ്റെ നാമത്തിൽ ജയവും വിടുതലും എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം മനസ്സലിയണം, ദൈവകൃപയിൽ പൊതിയണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.